Good morning. In the advanced phrasal verbs ആണ് വർക്കുമായിട്ട് റിലേറ്റഡ് അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്രാഞ്ച് ഔട്ട്. ബ്രാഞ്ച് ഔട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവില്ലേ, ഓരോ ഷോപ്സിൻ്റെ ഒക്കെ ബ്രാഞ്ചസ് ഉണ്ടാവില്ലേ, അതിനാണ് ബ്രാഞ്ച് ഔട്ട്. സോ എപ്പോഴും ഈ പ്രിപ്പോസിഷൻസ് നമ്മൾ ശ്രദ്ധിക്കണം. ബ്രാഞ്ച് ഔട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എക്സ്പാൻഡ് ഓർ എക്സ്റ്റെൻസ് വൺ ഇൻട്രസ്റ്റ്. എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റ്സ് ഹാവ് ബ്രാഞ്ച്ഡ് ഔട്ട് ഇൻ ടു ബാങ്കിങ്. സോ സൂപ്പർ മാർക്കറ്റ് ബാങ്കിങ് വരെ അത്ര എക്സ്പാൻഡ് ചെയ്തു. സൂപ്പർ മാർക്കറ്റ്സ് ബ്രാഞ്ച്ഡ് ഔട്ട് ഇൻ ടു ബാങ്കിങ്. ഫൈൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രേക്ക് ഇൻ ടു. ബ്രേക്ക് ഇൻ ടു എന്ന് വെച്ചാൽ എൻട്രി ചെയ്യാം. ഓക്കെ, സി അവിടെ ഫോക്കസ് ചെയ്യുന്നത് ബ്രേക്ക് ഇൻ ടു. ഓക്കെ, so it's always been his ambition to break into broadcasting. So പുതുതായിട്ട് എങ്ങോട്ട് എൻട്രി ചെയ്തത്? ബ്രോഡ്കാസ്റ്റിംഗ്. ഓക്കെ, കാസ്റ്റിംഗ് ഒക്കെ ടെലിവിഷനൊക്കെ ആയിട്ട് റിലേറ്റഡ്. ബ്രോഡ്കാസ്റ്റിംഗ്. ഇറ്റ്സ് ഓൾവേസ് ബീൻ ഹിസ് ambition to break into broadcasting. Now next is carry on. So carry on. He moved to New York to carry on his work. Carry on എന്ന് പറയുമ്പോൾ continue his work. Okay, to New York. He moved to New York to carry on his work. Now close down. Fourth one is close down. Close down എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക, വർക്ക് ചെയ്യുക, അതായത് ഷട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, സ്റ്റോപ്പ് ഓപ്പറേറ്റിങ്ങിനെയാണ് ക്ലോസ് ഡൗൺ. The firm has decided to close down its Chicago branch. Close down its Chicago branch. Decided to. See, decided to. See, എപ്പോഴും ഈ ടു ഒക്കെ ഫോക്കസ് ചെയ്യാം. ഫൈൻ. Look forward to. Look forward to. Now, അതായത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിനാണ് ലുക്ക് ഫോർവേഡ് ടു. വി ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് from you soon. Look forward to hearing from you soon. Now next one is note down. So note down എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്യുന്നതിനാണ് നോട്ട് ഡൗൺ. ഓക്കെ, ഡൗൺ. ഒരു ബുക്ക് ഒക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ താഴത്തേക്ക് കയ്യിലേക്ക് വെച്ച് ഇങ്ങനെ എഴുതില്ലേ, നോട്ട് ഡൗൺ. ഓക്കെ, സോ her answers were noted down on the chart. ആൻസേഴ്സ് വന്നു, അതുകൊണ്ടാണ് പ്ലൂറലായ വേർ, പ്ലൂറൽ അതുകൊണ്ടാണ് വേർ വന്നത്. ഓൺ ദ ചാർട്ട്. സോ ഓൺ ദ ചാർട്ടാണ്. ഓക്കെ, ഇൻ ദ ചാർട്ടല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ലീവ് ചെയ്യുന്നതിനാണ് സ്റ്റെപ്പ് ഡൗൺ ഫ്രം പൊസിഷൻ. ഓക്കെ, ദ ചെയർമാൻ വാസ് ഫോഴ്സ്ഡ് ടു സ്റ്റെപ്പ് ഡൗൺ ഡ്യൂ ടു ഇൽ ഹെൽത്ത്. The chairman, ഒറ്റ ചെയർമാനേ ഉള്ളൂ. The chairman was forced to, see, not down, forced to step down, resign from his position due to ill health. Now take off. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലൈറ്റിൻ്റെ ഒക്കെ ടേക്ക് ഓഫ് ആവണേ മുകളിലേക്കാണ് അവർ ടേക്ക് ഓഫ് ചെയ്താൽ അതിന് ഉയരാം. സോ ബിക്കം സക്സസ്ഫുൾ ഓർ പോപ്പുലർ വെരി ഫാസ്റ്റ്. ഓക്കെ, her business has really taken off. Okay, third form വന്നപ്പോഴത്തേക്കും take, took, taken off. Okay, taken off. Now take up. Take up എന്ന് വെച്ച് കഴിഞ്ഞാൽ fill a particular, അതായത് ഒരു എമൗണ്ട് ഓഫ് സ്പേസ് അല്ലെങ്കിൽ ടൈമിനെ കവർ ചെയ്ത് അതിനെ ഫില്ല് ചെയ്യുക. ഓക്കെ, fill a particular amount of space of time. അതിനെയാണ് സ്പേസ് ഓഫ് ടൈം റിലേറ്റഡ് ആണ് take up. Okay, these files take up a lot of disk space. These files, the e-files, okay, these files take up a lot of disk space. Now next is way up. Consider ചെയ്യുന്നതാണ് way up എന്ന് പറയുന്നത്. Okay, you should weigh up the advantages and disadvantages of each type before buying. സോ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസിൻ്റെ എസ്സേസിൽ എഴുതാൻ പറ്റുന്നൊരു വേർഡാണ്
You should weigh up the advantages and disadvantages of each type before buying. Now next is backup. Backup എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഒരു കോപ്പി ഉണ്ടാക്കുന്നതിനെയാണ് ബാക്കപ്പ് എന്ന് പറയുന്നത്. It's a good idea to back up your files onto a memory stick. So it's a good idea to back up your files onto a memory stick. Fine. Now carry out എന്ന് വെച്ചാൽ do and carry out എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ടാസ്ക് ഫിനിഷ് ചെയ്യാം. The building work was carried out by a local. ഇത് പാസീവ് സെന്റൻസ് ആണ് വരുന്നത്. ഇത് ബൈ വന്നതുകൊണ്ട് ഓക്കെ. The building work was carried out by a local contractor. Now next word is come up. Come up എന്ന് വെച്ച് കഴിഞ്ഞാൽ happen മീൻസ് എന്തോന്ന് വന്നു അല്ലെങ്കിൽ അറൈസ് ചെയ്തു. happen. Okay, I am going to have to cancel our meeting. Some things come up. Okay, I am going to have to cancel our meeting. Some things come up. Now get on എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് get on the train എന്നൊക്കെ പറയില്ലേ സിനിമ പാട്ട്. Okay, get on. Continue or start doing something. So continue അല്ലെങ്കിൽ start here. She told us to get on with our work. To get on with our work. She told us to get on with our work എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. Keep up with എന്ന് വെച്ചാൽ ഫോളോ ചെയ്യുന്നതിനാണ് keep up. We try to keep up with what's happening about financial news. സ്പെല്ലിംഗ് നോക്കിക്കോണം, തെറ്റാവാൻ സാധ്യതയുണ്ട്. NANSEIAL financial news. Okay, what's happening about financial news. Okay, setup എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ടപ്സ് ഉണ്ട്, സെറ്റപ്സ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പ് പോലെ സെറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ടപ്പ് ബിസിനസ്. The group plans to set up an import business. Set up. The particular group plans to set up an important business. Now go through എന്ന് പറയുമ്പം ഒരു ടഫായ സിറ്റുവേഷൻ ആണ്. എക്സ്പീരിയൻസ് സംതിങ് ബാഡ്. വി കാൺ റിയലി ഇമാജിൻ വാട്ട് അവർ കമ്പനീസ് ഗോയിങ് ത്രൂ. ഇപ്പോഴും പോകുന്നുണ്ട് ഗോയിങ് ത്രൂ. ഓക്കെ, വി കാൺ റിയലി ഇമാജിൻ വാട്ട്സ് അവർ കമ്പനീസ് ഗോയിങ് ത്രൂ. Now find out, കണ്ടുപിടിക്കുക. അപ്പോൾ ഔട്ട്. ഓക്കെ, ഫോക്കസ് ചെയ്യുക. ഗോ ത്രൂ. ഓക്കെ, സെറ്റ് അപ്പ്. അപ്പം സെറ്റപ്പിന് വരെ സെറ്റ് ഓർമ്മയുണ്ടാവും, പക്ഷെ സെറ്റ് ഇൻ എഴുതിയത് കഴിഞ്ഞ് തെറ്റി. ഇതല്ല ഉദ്ദേശിക്കുന്ന അർത്ഥം മാറിപ്പോവും. ഓക്കെ, ഫൈൻഡ് ഔട്ട്. Can you find out what our customers think of their local bus services? Find out what our customers think of their local bus service. Find out എന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. Now call off എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ. With the weather worsening, they have called off their field trip. With the weather worsening, see weather ഇപ്പോഴും worsening ആയിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. Cancel something. Call back എന്ന് വെച്ചാൽ തിരിച്ചു വിളിക്കാം. I will call you back when I have heard something about interview. Next, deal with. Call back. Okay. Next, deal with. ഡീൽ വിത്ത് എന്ന് പറയുമ്പം ഹാൻഡിൽ ചെയ്യാം. സി ഇത് ഒന്നും മാറിപ്പോരുത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഐ സ്പെൻഡ് ദ മോർണിംഗ് ഡീലിംഗ് വിത്ത് മൈ. സോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഐ സ്പെൻഡ് ദ മോർണിംഗ് ഡീലിംഗ് വിത്ത് മൈ ഇമെയിൽസ്.
ഡ്രോപ്പ് ഇൻ എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് വിസിറ്റ് നടത്തുന്നതിനാണ് ഡ്രോപ്പ് ഇൻ എന്ന് പറയുന്നത്. ഐ വിൽ ഡ്രോപ്പ് ഇൻ ടുമോറോ മോർണിംഗ്. സോ ലോങ് ടൈം അല്ല, ഷോർട്ട് വിസിറ്റ് ആണ്. ഓക്കെ, ഐ വിൽ ഡ്രോപ്പ് ഇൻ സംവോർ ടുമോറോ മോർണിംഗ്. Fill out. So fill out the form. Okay. It took me several hours to fill out the application form. Now hold on. Hold on എന്ന് വെച്ച് കഴിഞ്ഞാൽ hold on, wait here. We will hold on another minute and then we will have to go. Okay, then we will have to go. Now join in. Participate ചെയ്യുന്നതിനാണ് പറയുന്നത് join in. Fine. We will be eager to join in projects of that sort. Join in, eager to, join in. Now lay off. Lay off എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ ചെയ്യുന്നതിനാണ് lay off. ജോലിയിൽ നിന്ന് പുറത്താക്കുന്നതിനാണ് lay off. They have had to cut back production and lay off workers. So പ്രൊഡക്ഷനെ കട്ട് ചെയ്യണം, അതുകൊണ്ടാണ് they had to cut back production and lay off workers. പുട്ട് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഡിലേ ചെയ്യുന്നതിനാണ് പുട്ട് ബാക്ക് എന്ന് പറയുന്നത്. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ബാക്ക് ടു നെക്സ്റ്റ് വീക്ക്. സോ പുട്ട് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് പുറകോട്ടൊന്ന് മാറ്റി എന്നൊക്കെ പറയല്ലേ, പുട്ട് ബാക്ക്. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ബാക്ക് ടു നെക്സ്റ്റ് വീക്ക്, ഡിലേ ചെയ്തു. റൺ ഔട്ട് ഓഫ്, ഹാവ് നോ മോർ ഓഫ് സംതിങ്. Many companies are running out of money. So എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വരുന്നതിനാണ് running out of petrol. Sort out. Okay, I need to sort out the mess on my desk. Organize ചെയ്യുക, ഫിക്സ് ചെയ്യുക, അതായത് അതിനെയാണ് സോർട്ട് ഔട്ട്. ഓക്കെ, ടേക്ക് ഓൺ. ടേക്ക് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ്സിനെ പുതുതായിട്ട് എടുക്കുന്നതിനാണ് ടേക്ക് ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, വി ആർ നോട്ട് ടേക്കിംഗ് ഓൺ എനി ന്യൂ സ്റ്റാഫ് അറ്റ് ദ മൊമെൻറ്റ്. സോ ടേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രോൾ ഏറ്റെടുക്കുന്നതിനാണ് ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ. IBM is taking over the smaller companies. Bailout. ബെയിൽ-ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് ബെയിൽ-ഔട്ട് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ പ്രോബ്ലംസുമായിട്ട് റിലേറ്റഡ് ഒക്കെ ആയിരിക്കും. സം ലോക്കൽ ബിസിനസ്സസ് ഹാവ് ഓഫർ ടു ബെയിൽ ഔട്ട് ദ മ്യൂസിയം. കട്ട് ബാക്ക് എന്ന് പറയുമ്പോൾ റിഡ്യൂസ് ചെയ്യുക. ഓക്കെ, എസ്ഐസിൽ യൂസ് ചെയ്യാൻ പറ്റും. Several major hospitals are cutting back on staff at the moment. So ജോലിക്ക് എടുക്കുന്നതിനെ ടേക്ക് ഓൺ എന്ന് പറയും. കട്ട് ചെയ്ത് കളഞ്ഞാൽ കട്ടിങ് ബാക്ക്. ഗോ അണ്ടർ, ടു ബിക്കം bankrupt. The firm will go under unless business improves. Unlessന്റെ യൂസേജ്. സോ ഗോ അണ്ടർ ബാങ്ക്രപ്റ്റ് എന്ന് പറയില്ല, ഗോ അണ്ടർ എന്ന് പറയുമ്പോൾ സോ മനസ്സിലാക്കണം ഇത് ബാങ്ക്രപ്റ്റ് ആവാൻ പോവാന്ന്. ഫോൾ ത്രൂ. ഓക്കെ, ഇഫ് ആൻ എഗ്രിമെന്റ് plan or sales etc. falls through, it is not completed successfully. അത് സക്സസ് ആവാത്തതിനാണ്, അതായത് ഫെയിൽ ആയതിനാണ് ഫോൾ ത്രൂ എന്ന് പറയുന്നത്. The planned purchases of the race course fell through. ഫോളിൻ്റെ പാസ്റ്റ് fell through. ഓക്കെ, പുൾ ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കാറൊക്കെ സൈഡാക്കുന്നതിന് പുൾ ഔട്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, the project became so expensive that we have to pull out. To move away from something or some, അതായത് സൈഡിലേക്ക് മാറ്റി നിർത്തുക. The project becomes so expensive that we have to pull out. Bottom out, അതായത് ഒരു ഗ്രാഫ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ലെവലായിട്ട് വരുമല്ലേ, താഴേക്ക് ഇങ്ങനെ കൂപ്പ് കുത്തുന്ന സമയത്തും ഒക്കെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇനിയും താഴേക്ക് പോകണില്ല, ഒന്ന് ലെവലായി എന്ന് പറയുന്നതാണ് ടു സ്റ്റോപ്പ് ഗെറ്റിംഗ് വേഴ്സ്. അല്ലാതെ മോശമായ ഒരു അവസ്ഥ തന്നെയാണ്. There are signs that the recession has bottomed out. Now level off. So double F ആണ്.
ടു സ്റ്റോപ്പ്, അതായത് അതേ ബോട്ടം ഓഫിൻ്റെ ഒരു സിമിലർ മീനിങ് തന്നെയാണ്, ഒരേ ലെവലിലേക്ക് വന്നു. ദ ഇൻഫ്ലേഷൻ ഹാസ് ബിഗൺ പാസ്റ്റ് ടെൻസ് ടു ലെവൽ ഓഫ്. ഫോളോ അപ്പ്, you should follow up your phone call with an email or a letter. Now wrap up. So let's wrap up this meeting so we can go to the lunch. So wrap up this meeting so we can go to the lunch. 40 phrasal verbs under. Thank you.